നമസ്കാരം, സർക്കാർ ഡെയിലിയിലേക്ക് സ്വാഗതം. സാമൂഹിക പുരോഗതിയുടെ മുൻപന്തിയിലെത്തേണ്ട ഒരു പ്രദേശമാണ് ഇടുക്കി ജില്ല. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി കാർഷിക തകർച്ചയും ബദൽ തൊഴിലാളികളുടെ അഭാവവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇടുക്കി ജില്ലയുടെ വികസന കുതിപ്പിന് വിലങ്ങുതടികളായി മാറിയിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായി ഇടുക്കിയുടെ പുരോഗതിയും സമഗ്ര വികസനവും മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാർ ഒരു പ്രത്യേക പാക്കേജ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ച് വർഷം കൊണ്ട് 12,000 കോടി രൂപയാണ് ഇതിന്റെ ഭാഗമായി സർക്കാർ ചെലവഴിക്കുക. ഇടുക്കി ജില്ലയ്ക്കായി 12,000 കോടി രൂപയുടെ പഞ്ചവത്സര പാക്കേജ്. സർക്കാർ ഡെയിലിയിലൂടെ അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. സഹോദരി സഹോദരന്മാർ, വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തമാണ്. ഇടുക്കിയുടെ വികസന കാര്യങ്ങളിൽ നാടും നമ്മുടെ സംസ്ഥാനവും അങ്ങേയറ്റം താല്പര്യത്തോടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇടുക്കിക്കുള്ള വികസന പ്രതിസന്ധി എന്ന് പറയുമ്പോൾ അത് ഇടുക്കിയിൽ താമസിക്കുന്നവരുടെ മാത്രമുള്ള ഒരു പ്രശ്നമല്ല. കേരളത്തിലെ ജനസംഖ്യയുടെ 3.2% ഇടുക്കിയിൽ താമസിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ജനസംഖ്യയിലെ വലിയൊരു ഭാഗം ദുർബല ജനവിഭാഗങ്ങളാണ് എന്നത്. അതോടൊപ്പം കേരളത്തിന് നൽകുന്ന ഇടുക്കിയുടെ സംഭാവന വളരെ വലുതാണ്. കേരളത്തിൻ്റെ പെരുമയായ മലഞ്ചരക്കുകൾ, തോട്ടവിളകൾ, ഇവയുടെയൊക്കെ വിളഭൂമിയാണ് ഇടുക്കി. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി, ജലവൈദ്യുതി, അതിൽ സിംഹഭാഗവും ഇടുക്കിയിൽ നിന്നുള്ളതാണ്. ഇവിടുത്തെ പശ്ചിമഘട്ട മലനിരകൾ ഉറപ്പു നൽകുന്ന പാരിസ്ഥിതിക സന്തുലനാവസ്ഥയെ ആശ്രയിച്ചാണ് മധ്യ കേരളത്തിന്റെ നിലനിൽപ്പ്. എന്നാൽ രൂക്ഷമായ കാർഷിക തകർച്ച, ബദൽ തൊഴിലുകളുടെ അഭാവം, പാരിസ്ഥിതിക വിടർച്ച, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി ഇടുക്കി നേരിടുന്ന പ്രതിസന്ധി വലുതാണ്. കേരളത്തിലെ ഉൽപാദനത്തിൽ ഇടുക്കിയുടെ വിഹിതം 2011-12
3.8%. എന്നാൽ 2018-19 ആയപ്പോൾ അതിൽ കുറവാണ് സംഭവിച്ചത്. 3.2% കുറഞ്ഞു. ജനസംഖ്യയിലും കുറവുണ്ട്. 2001-നും 2011-നും ഇടയിൽ കേരളത്തിലെ ജനസംഖ്യ 4.9% ഉയർന്നു. അപ്പോൾ ഇടുക്കിയിലെ ജനസംഖ്യ 1.8% കുറയുകയുണ്ടായി. ഇടുക്കിയുടെ പല പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി 5 വർഷം കൊണ്ട് നടപ്പാക്കാവുന്ന ഒരു പാക്കേജ്, അത് 12,000 കോടി രൂപയുടെ പാക്കേജാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ഇടുക്കിയുടെ സമഗ്ര വികസനവും സമ്പദ് സമൃദ്ധിയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പാക്കേജ്. യഥാർത്ഥത്തിൽ 6 തൂണുകളിലാണ് ഈ പാക്കേജ് ഉയർത്തിയിട്ടുള്ളത്. ഒന്നാമത്തത് കാർഷിക വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്ഥായിയായ രീതികളിലൂടെ കൃഷിയുടെയും മൃഗപരിപാലനത്തിൻ്റെയും ഉൽപാദനക്ഷമത ഉയർത്തുക. രണ്ടാമത്തേത് മൂല്യവർദ്ധിത സംസ്കരണ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമത്തേത് ടൂറിസം വികസിപ്പിക്കുക. നാലാമത്തേത് ഭൗതിക സാമൂഹ്യ പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അഞ്ചാമത്തത് ദാരിദ്ര്യം തുടച്ചു നീക്കുക. ആറാമത്തേത് പരിസ്ഥിതി സന്തുലനാവസ്ഥ പുനഃസ്ഥാപിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഈ 6 തൂണുകളിലാണ് ഈ പാക്കേജ് ഉയർത്തിയിട്ടുള്ളത്. ഇടുക്കിയിലെ 95% ജനങ്ങളും ഗ്രാമീണ മേഖലയിലാണ് അധിവസിക്കുന്നത്. കാർഷിക പ്രധാനമായ ഇടുക്കി ജില്ലയിലെ മൊത്തം വരുമാനത്തിൽ കൃഷിയുടെ വിഹിതം സംസ്ഥാന ശരാശരിയുടെ 3 മടങ്ങാണ്. എന്നാൽ കാർഷിക മേഖല നമുക്കറിയാം അതിരൂക്ഷമായ മുരടിപ്പിലാണ്. ജില്ലയുടെ മൊത്തം കാർഷിക വരുമാനം കണക്കിലെടുത്താൽ 2011-12 4,623 കോടി രൂപയായിരുന്നു. അത് 2018-19 സ്ഥിരവിലയിൽ 4,225 കോടി രൂപയായി കുറയുകയാണുണ്ടായത്. ഇവിടുത്തെ വിളഭൂമിയുടെ 33% കുരുമുളകാണ്. രോഗം ബാധിച്ചതും ഉൽപാദനക്ഷമത കുറഞ്ഞതുമായ കുരുമുളക് വള്ളികൾ റീപ്ലാന്റ് ചെയ്യാൻ സബ്സിഡി നൽകും. ജാതി, ഇഞ്ചി, മഞ്ഞൾ, ഗ്രാമ്പൂ, കറുകപ്പട്ട ഇവയുടെ പ്രോത്സാഹനത്തിനും പ്രത്യേക സ്കീമുകൾ ആവിഷ്കരിക്കും. കൊക്കോ, കാപ്പി എന്നിവയും പുനരുദ്ധാരണ സ്കീമിൽ ഉൾപ്പെടുത്തും. ഉത്തമ കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കും. ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം ഇപ്പോൾ 30 കോടി രൂപയാണ്.
ഇത് പ്രതിവർഷം 100 കോടി രൂപയായി ഉയർത്തും. മുട്ടത്ത് 250 ഏക്കറിൽ 2021 സ്പൈസസ് പാർക്ക് നിർമ്മാണം ആരംഭിക്കും. ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത സ്പൈസസുകൾ, അവയിൽ നിന്നുള്ള ഓളിയോറസിൻസ്, എണ്ണ, പൊടികൾ, മിശ്രിതങ്ങൾ, ഡീഹൈഡ്രേറ്റഡ് ഉൽപ്പന്നങ്ങൾ, കോൺസെൻട്രേറ്റുകൾ, പാനീയങ്ങൾ, പേസ്റ്റുകൾ, ഇങ്ങനെയുള്ളവയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ സംരംഭകർക്ക് വേണ്ടിയാണ് ഈ പാർക്ക്. അവർക്കാവശ്യമായ പൊതു സൗകര്യങ്ങൾ പാർക്കിലൊരുക്കും. 500 കോടി രൂപയാണ് കിൻഫ്ര ഇതിനായി നിക്ഷേപിക്കുക. മൂല്യവർദ്ധിത വ്യവസായങ്ങൾ വളരുന്ന മുറക്ക് വിവിധ സ്പൈസസ് ഇനങ്ങൾ വയനാട്ടിലെ കാപ്പിയിലെന്ന പോലെ തറവില പ്രഖ്യാപിക്കും. ഹൈറേഞ്ചിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ പ്രത്യേകം ബ്രാൻഡ് ചെയ്ത് വിദേശ മാർക്കറ്റുകളിലും രാജ്യത്തെ പ്രധാന നഗരങ്ങളിലും എത്തിക്കും. ബ്രാൻഡിങ്ങിനായി കാർബൺ ന്യൂട്രൽ പദവി നേടുന്നതിന് പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കും. ജില്ലയിലെ കാർബൺ ബഹിർഗമനം പരമാവധി കുറക്കുന്നതിനും അവശേഷിക്കുന്ന കാർബൺ വാതകങ്ങൾ വലിച്ചെടുക്കുന്നതിനും ആവശ്യമായത്ര മരങ്ങൾ നടുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കും. അടിയന്തരമായി ജില്ലയിലെ വിവിധ മേഖലകളുടെ കാർബൺ ബഹിർഗമനം സംബന്ധിച്ച് പഠനം നടത്തും. ഓരോ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും അടിസ്ഥാനത്തിൽ പ്രത്യേകമായ വിലയിരുത്തൽ ഉണ്ടാകും. ഊർജ ദുർവ്യയം ഒഴിവാക്കുന്നതിനും കാർബൺ മലിനീകരണം കുറയ്ക്കുന്നതിനും തദ്ദേശഭരണ പദ്ധതികളുടെ ഭാഗമായി പ്രത്യേക ഘടക പദ്ധതികൾ തയ്യാറാക്കുന്നതാണ്. അതിനുശേഷവും ബാക്കിയുണ്ടാകുന്ന കാർബൺ ആഗിരണം ചെയ്യാൻ അധികമായി നടേണ്ട മരങ്ങളുടെ കണക്കെടുക്കും. വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ ഇത്തരം മരങ്ങൾ നടുന്നതിന് പ്രോത്സാഹിപ്പിക്കാൻ ട്രീ ബാങ്കിംഗ് സ്കീമിന് രൂപം നൽകും. മരം വെച്ചുപിടിപ്പിക്കുന്ന കൃഷിക്കാർക്ക് മരം വെട്ടുമ്പോൾ വായ്പ തിരിച്ചെടുത്താൽ മതിയെന്ന വ്യവസ്ഥയിൽ ഏനിറ്റി വായ്പയായി മരം ഒന്നിന് 50 രൂപ വീതം നൽകുന്നതാണ്. ഈ പദ്ധതിക്ക് വായ്പ നൽകുന്നതിന് കിഫ്ബിയുടെ ഗ്രീൻ ബോണ്ടുകളിൽ നിന്ന് ബാങ്കുകൾക്ക് ധനസഹായം നൽകാൻ കഴിയും. ഏലം, കാപ്പി തോട്ടങ്ങളും തരിശുഭൂമിയും ഇത്തരത്തിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ അനുയോജ്യമാണ്. മരങ്ങൾ നടുന്നതിന് ജിയോ ടാഗ് നൽകുന്നതടക്കമുള്ള ഡോക്യുമെന്റേഷനുകൾ കൃത്യമായി നടത്തി അന്തർദേശീയ മാർക്കറ്റിൽ കാർബൺ ക്രെഡിറ്റ് നേടുന്നതിനുള്ള സംവിധാനം ഒരുക്കും. തദ്ദേശഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാർ ഏജൻസികളും സംയുക്തമായി ആവിഷ്കരിക്കുന്ന കാർബൺ ന്യൂട്രൽ പദ്ധതിക്ക് 100 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ ട്രീ ബാങ്കിങ്ങിലൂടെ 250 കോടി രൂപയെങ്കിലും വായ്പയായി ലഭ്യമാക്കും. കീടനാശിനികൾ, രാസവളങ്ങൾ ഇവയുടെയെല്ലാം അമിതമായ ഉപയോഗത്തെ നിയന്ത്രിക്കും. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കും. സുഗന്ധവ്യഞ്ജനത്തിലെ അവശേഷിക്കുന്ന വിഷാംശം കണക്കാക്കുന്നതിന് ലബോറട്ടറി സ്ഥാപിക്കും.
മൊബൈൽ ആഗ്രോ ക്ലിനിക്കുകൾക്ക് രൂപം നൽകും. മണ്ണിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് ആവശ്യമായ ജൈവവളം, ജീവാണുവളം, കുമ്മായം, ഡോളമേറ്റ് തുടങ്ങിയവ ലഭ്യമാക്കും. പഞ്ചായത്ത് തോറും ഹരിത കർമ്മസേനയുടെ പങ്കാളിത്തത്തോടെ ജൈവവള നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിക്കും. ബ്ലോക്കുകളിലെ വിള ആരോഗ്യ കേന്ദ്രങ്ങളിൽ ജീവാണു വള നിർമ്മാണം ആരംഭിക്കും. ജൈവവളം, ജീവാണുവളം, ജൈവ കീടനാശിനി എന്നിവയുടെ ഗുണനിലവാര പരിശോധനയ്ക്ക് ജില്ലയിൽ ലബോറട്ടറി സ്ഥാപിക്കും. 25 കോടി രൂപ ചെലവ് വരുന്ന ഈ പ്രവർത്തനങ്ങൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് നടപ്പാക്കുക. റബ്ബറിൻ്റെ താങ്ങുവില കാലോചിതമായി വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. മറ്റ് വിളകൾക്ക് കൂടി ഇത് വ്യാപിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടിയേ തീരും. ഇതിനായി മുഴുവൻ കൃഷിക്കാരും ഒരുമിക്കേണ്ടതുണ്ട്. ജില്ലയിൽ മുഖ്യമായും തേയില കൃഷി ചെയ്യുന്നത് വൻകിട കമ്പനികളാണ്. എങ്കിലും വളരെയധികം ചെറുകിട കൃഷിക്കാർ ഈ രംഗത്തുണ്ട്. 1 കിലോ കൊളുന്തിന് 7 രൂപയായിരുന്നത് 20 രൂപയോളം ഇപ്പോൾ വില ലഭിക്കുന്നത് സഹകരണ രംഗത്ത് തേയില ഫാക്ടറികൾ ആരംഭിച്ചതിനാലാണ്. എന്നാൽ ഫാക്ടറിയുടെ കപ്പാസിറ്റിയിലുള്ള പരിമിതി മൂലം ലഭിക്കുന്ന കൊളുന്ത് പൂർണ്ണമായും സംസ്കരിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഇടുക്കി ജില്ലയിലെ സഹകരണ രംഗത്തുള്ള തേയില ഫാക്ടറിയുടെ നവീകരണത്തിന് 20 കോടി രൂപ പലിശരഹിത വായ്പ സഹകരണ ബാങ്കുകൾ വഴി ലഭ്യമാക്കും. കാപ്പി, കൊക്കോ എന്നിവ സംസ്കരിക്കുന്നതിന് കൃഷിക്കാരുടെ പ്രൊഡ്യൂസർ കമ്പനികൾ സ്ഥാപിക്കും. ഇവയും ബ്രാൻഡ് ചെയ്യും. കാർഷികാദായ നികുതി ഇതിനകം റദ്ദാക്കിയിട്ടുണ്ട്. റബ്ബർ തൈകൾക്കുള്ള സ്ഥിരറേഞ്ച് ഉപേക്ഷിച്ചു. തോട്ടങ്ങളുടെ പുനരുദ്ധാരണത്തിന് പ്രത്യേക സ്കീം വഴി ധനസഹായം നൽകും. ഇന്ന് തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ മുഴുവൻ സാമൂഹ്യക്ഷേമ ചെലവുകളും തോട്ടം ഉടമകളുടെ ബാധ്യതയാണ്. ഇവരുടെ പാർപ്പിടം, ചികിത്സ, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങളുടെ ചുമതല ഏറ്റെടുക്കുന്നതിന് മറ്റു പ്രദേശങ്ങളിൽ എന്ന പോലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്താവുന്നതാണ്. തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടി വാസയോഗ്യമായ ഫ്ലാറ്റുകളും ലയങ്ങളും നിർമ്മിക്കും. തോട്ടം തൊഴിലാളികൾക്കുള്ള വാസസ്ഥലം നേരത്തെ തന്നെ ഗവൺമെൻറ് കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ നല്ല വേഗതയിൽ തന്നെ നീങ്ങുന്നുണ്ട്. ഇടുക്കി വൈവിധ്യമാർന്ന പഴവർഗ്ഗങ്ങളുടെയും ശീതകാല പച്ചക്കറികളുടെയും കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണ്. പ്രതിവർഷം 1 കോടി പഴവർഗ്ഗ തൈകൾ നടുന്ന സ്കീം ഇടുക്കിയിൽ ഊർജിതമായി നടപ്പാക്കുന്നതിന്
തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും വനം കൃഷി വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. തൊഴിലുറപ്പ് പദ്ധതി ഇതിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. കൃഷിക്കാരുടെ ആവശ്യം അനുസരിച്ചുള്ള ഫലവൃക്ഷ തൈകൾ ലഭ്യമാക്കും. ഇതിനായി നഴ്സറികൾ ഇടുക്കിയിൽ തന്നെ വ്യാപകമായി സ്ഥാപിക്കും. തോട്ടങ്ങളിൽ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ചട്ടക്കൂട് പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള അനുവാദം നൽകുന്ന കാര്യം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണ്. ഇത് ഗൗരവമായ ചർച്ചകൾ പലതലങ്ങളിലായി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് പ്രാവർത്തികമാക്കാൻ അധികം കാലതാമസമില്ലാതെ തന്നെ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഹൈറേഞ്ചിൽ 250 ഏക്കറിൽ ഒരു മെഗാ ഫുഡ് പാർക്ക് സ്ഥാപിക്കുന്നതാണ്. ചെറുകിട സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള ടെട്രാ പാക്കിംഗ് തുടങ്ങിയ പാക്കിംഗ് സൗകര്യങ്ങൾ, ക്വാളിറ്റി ടെസ്റ്റിംഗ് സൗകര്യങ്ങൾ, ലാബുകൾ, വർക്ക്ഷോപ്പുകൾ തുടങ്ങിയവ ഈ പാർക്കിലുണ്ടാകും. ഇതിനായി KSIDC 500 കോടി രൂപ ചെലവഴിക്കും. ചക്കയുടെ പ്രാഥമിക സംസ്കരണം വിവിധ പഞ്ചായത്തുകളിലെ കേന്ദ്രങ്ങളിൽ നടത്തുകയാണ്. കുരുവും പഴവും ഫുഡ് പാർക്കിലെത്തിച്ച് അവിടെ ആധുനിക യന്ത്ര സംവിധാന സഹായത്തോടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റും. ഇന്ന് ഏതാണ്ട് പൂർണ്ണമായും പാഴായി പോവുകയാണ് ചക്കപ്പഴം. ഇതൊരു ഉപവരുമാന മാർഗമായി മാറും. ഡ്രൈ ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ് വൈൻ, മിഠായികൾ, മധുരപലഹാരങ്ങൾ തുടങ്ങിയവയെല്ലാം ചെറുകിട സംരംഭങ്ങൾക്ക് അനുയോജ്യമാണ്. കാർഷിക സംസ്കരണവുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പുകളെയും ചെറുകിട സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കും. കാർഷിക സംസ്കരണത്തിന് പ്രത്യേക ഹാക്കത്തോൺ സംഘടിപ്പിക്കും. 100 സ്റ്റാർട്ടപ്പുകൾക്കെങ്കിലും ധനസഹായം നൽകും. 5000 സംസ്കരണ യൂണിറ്റുകൾ ആരംഭിക്കും. 250 കോടി രൂപയെങ്കിലും സബ്സിഡിയായി ഇത്തരം സംരംഭങ്ങൾക്ക് ലഭ്യമാക്കും. ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഈ പരിശീലന പരിപാടിക്ക് ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണം ഉറപ്പുവരുത്തും. പച്ചക്കറികൾ, പഴങ്ങൾ എന്നിവയ്ക്കായി ശീതീകരണ സംവിധാനങ്ങളോടുകൂടിയ സംഭരണ സംസ്കരണശാലകൾ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകൾ ആരംഭിക്കുന്നതാണ്. ഇതിനായി നബാർഡിന്റെ സഹായം ഉപയോഗപ്പെടുത്തും. എല്ലാ പഞ്ചായത്തുകളിലും തറവില ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പോപ്പ് മാർട്ടുകൾ പച്ചക്കറി സംഭരണത്തിനും വിപണനത്തിനുമായി 6 മാസത്തിനുള്ളിൽ ആരംഭിച്ചിരിക്കും. സഹകരണ മേഖലയാണ് ആ രംഗത്ത് ഫലപ്രദമായി പ്രവർത്തിക്കുക. വട്ടവട, കാന്തല്ലൂർ, മറയൂർ മേഖലകളിലെ ശീതകാല പച്ചക്കറി സംഭരണം ഉറപ്പാക്കുന്നതിനും സ്ഥിരം സംവിധാനം ആരംഭിക്കുന്നതാണ്. നേന്ത്രക്കൊലയുടെ സംഭരണം സംബന്ധിച്ചുള്ള പരാതികൾക്ക് പരിഹാരം കാണും. നമ്മൾ പറഞ്ഞ് ഇത്തരം കാര്യങ്ങൾ വിദേശത്തെ കയറ്റി അയക്കുന്ന നില വരികയാണ്. അടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം ഈ പഴം നിയന്ത്രണമാണെന്നാണ് തോന്നുന്നത്. വിദേശത്തെ കയറ്റി അയക്കുന്ന ഒരു പദ്ധതി കൃഷി വകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത്. സ്കൂളിൽ മുട്ടയും പാലും കൊടുക്കുന്ന പദ്ധതിയിൽ ചെറിയ മാറ്റം വരുത്തി 10 ദിവസങ്ങളെങ്കിലും മുട്ടയ്ക്ക് പകരം ഏത്തപ്പഴം കൊടുക്കാവുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്.
നമുക്ക് ഏത്തപ്പഴം കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങുകയും ചെയ്യാം. ഉച്ചക്കഞ്ഞി ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. കപ്പ, ചേമ്പ്, ചേന തുടങ്ങിയവ ചേർത്ത് രുചികരവും പരമ്പരാഗതവുമായ പുഴുക്ക് കുട്ടികൾക്ക് വളരെ സ്വാദോടെ കഴിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് കൊടുക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കാവുന്നതാണ്. പച്ചക്കറി തറവിലയും സംഭരണവുമായി ബന്ധപ്പെട്ട് 100 കോടി രൂപയെങ്കിലും ചെലവഴിക്കുന്നതാണ്. കഴിഞ്ഞ 2 പ്രളയങ്ങളും വ്യാപകമായ മണ്ണിടിച്ചിലും ഇടുക്കി നേരിടുന്ന പാരിസ്ഥിതിക തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇത് തടയാനൊരു അജണ്ട നമുക്ക് കീഴ്ത്തട്ടിൽ നിന്ന് തന്നെ രൂപം നൽകാനാവും. ഓരോ പഞ്ചായത്തും നീർത്തടാടിസ്ഥാനത്തിൽ മണ്ണ് ജല സംരക്ഷണത്തിനും കൃഷി പരിപാലനത്തിനും സമഗ്രമായ പദ്ധതികൾ ജനകീയ ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകണം. ജലസേചന വകുപ്പും മണ്ണ് ജല സംരക്ഷണ വകുപ്പും ഇതിന് പൂർണ്ണ പിന്തുണ നൽകും. ഇതോടൊപ്പം പ്രാദേശിക ദുരന്ത നിവാരണ പദ്ധതി അതിൻ്റെതായ റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിന് അവസാന രൂപം നൽകണം. തോടുകളും പുഴകളും ജലാശയങ്ങളും ശുചീകരിക്കണം. ഒരു ഘട്ടത്തിൽ നാം ആരംഭിച്ചതാണ്, നല്ല നിലക്ക് എല്ലാ പ്രദേശവും ഏറ്റെടുത്തതാണ്. അത് കൂടുതൽ നല്ല നിലയിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ആഴം കൂട്ടി സംരക്ഷിക്കുന്നതിനും മണ്ണൊലിപ്പ് തടയുന്നതിനും പ്രോജക്റ്റുകൾ എടുക്കണം. ഇതിൻ്റെ നേട്ടങ്ങൾ നിലനിർത്തണമെങ്കിൽ വൃഷ്ടിപ്രദേശത്തെ ഖരജല മാലിന്യ സംസ്കരണം വിജയിപ്പിച്ചേ തീരും. ഓരോ പ്രദേശത്തും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ പ്രവർത്തനങ്ങൾ പ്രാദേശികമായി കൂട്ടായി തന്നെ തീരുമാനിക്കണം. അത്തരത്തിലൊരു ബൃഹത്തായ പരിസ്ഥിതി പുനഃസ്ഥാപന ക്യാമ്പയിനായിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെന്റുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെയായിരിക്കും പ്രാദേശിക നീർത്തട പദ്ധതികൾ രൂപം കൊള്ളുക. ഇവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജലസേചന വകുപ്പ് നദീതട പദ്ധതികൾ ആവിഷ്കരിക്കും. നീർത്തട പദ്ധതികളിൽ ഉൾക്കൊള്ളിക്കുന്ന മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 250 കോടി രൂപ നബാർഡിൽ നിന്ന് ലഭ്യമാക്കും. പെരിയാർ, മുതലപ്പുഴ തീരങ്ങളിൽ പ്രളയം മൂലം വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുകയും തീരങ്ങൾ ജൈവമാർഗങ്ങൾ വഴി തൊഴിലുറപ്പുമായി സംയോജിപ്പിച്ച് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിക്കായി 50 കോടി രൂപ വകയിരുത്തും. പ്രളയബാധിത പ്രദേശങ്ങളിൽ റോഡുകളും മറ്റും പുനഃസ്ഥാപിക്കുന്നതിന് റീബിൽഡ് കേരളയിൽ നിന്ന് 435 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇവയുടെ പ്രവർത്തനം 2021-22 പൂർത്തീകരിക്കും. പട്ടിശ്ശേരി ഡാം പമ്പാർ ബേസിനിൽ ഉൾപ്പെട്ടതാണ്. 140 മീറ്റർ നീളവും 33 മീറ്റർ ഉയരവുമുള്ള ഡാം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നു. 43 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുകയാണ്. ജലസേചന വകുപ്പ് 250 കോടി രൂപ മൊത്തം ചെലവഴിക്കും. മാട്ടുപ്പെട്ടി ഫാമിന് പുറത്ത് മൃഗസംരക്ഷണത്തിന് ജില്ലയിൽ 10 കോടി രൂപയാണ് ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 25 കോടി രൂപയായി ഉയർത്തും. സംരംഭകത്വ അടിസ്ഥാനത്തിൽ ഫാമുകളെ പ്രോത്സാഹിപ്പിക്കും. എല്ലാ പഞ്ചായത്തുകളിലും ക്ഷീരസാഗരം മാതൃകയിലും ആട് ഗ്രാമം മാതൃകയിലും കന്നുകാലി വളർത്തൽ പ്രോത്സാഹിപ്പിക്കും. ജില്ലയിലെ വെറ്ററിനറി സർവീസ് കേന്ദ്രത്തിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും മൊബൈൽ ക്ലിനിക്ക് ആരംഭിക്കുകയും ചെയ്യും. ഡാമുകളും കുളങ്ങളും കേന്ദ്രീകരിച്ച് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കും. ഇതിപ്പോൾ നല്ല രീതിയിൽ
ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള മത്സ്യം നമുക്ക് തന്നെ വളർത്താമെന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം വിൽക്കാനും കഴിയുന്നൊരവസ്ഥയിലേക്ക് പുരയിട മത്സ്യകൃഷി വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് ഡാമുകളിലും കുളങ്ങളും കേന്ദ്രീകരിച്ച് മത്സ്യകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇങ്ങനൊരു കാര്യവും കൂടി നമുക്ക് ചെയ്യാൻ കഴിയും. ദേശീയ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള മൂന്നാർ, തേക്കടി, വാഗമൺ, ഇടുക്കി ഇത്തരം പ്രദേശങ്ങൾ മാത്രമല്ല, ഹൈറേഞ്ചിലെ ഓരോ ഗ്രാമവും ഓരോ ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഈ സാധ്യതയെ പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതാണ് നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളി. ഇതിനുള്ള ഉത്തരമാണ് കേരള സർക്കാർ രൂപീകരിച്ചിട്ടുള്ള ഉത്തരവാദിത്ത ടൂറിസം നയം നൽകുന്നത്. ഉത്തരവാദിത്ത ടൂറിസം മിഷന് കീഴിൽ ടൂറിസം മേഖലയിൽ സംരംഭകത്വത്തെ വികസിപ്പിക്കുന്നതിന് ചില സ്കീമുകൾ ആവിഷ്കരിക്കും. ഇതിനു വേണ്ടി വരുന്ന പരിശീലനവും മിഷൻ തന്നെ ലഭ്യമാക്കും. 400 കോടി രൂപയുടെ വായ്പ ഇവക്കാവശ്യമാണ്. പലിശ സബ്സിഡിക്കും പരിശീലനത്തിനും വേണ്ടി ഉത്തരവാദിത്ത ടൂറിസം മിഷന് 50 കോടി രൂപ ലഭ്യമാക്കും. ഇതുമായി ബന്ധപ്പെട്ട സ്കീമുകൾ: ഒന്ന്, കെട്ടിട നിർമ്മാണത്തിൻ്റെ പേരിലുള്ള പരിസ്ഥിതി നാശം പരമാവധി ഒഴിവാക്കി ഈറ്റ, മുള തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് മനോഹരമായ കോട്ടേജുകൾ നിർമ്മിക്കുകയാണ് ഒരു മാർഗം. സംസ്ഥാന ബാംബു കോർപ്പറേഷന്റെ കണക്ക് പ്രകാരം 15 ലക്ഷം രൂപയ്ക്ക് ഇത്തരം കോട്ടേജുകൾ നിർമ്മിക്കാനാകും. പലിശ സബ്സിഡിയോടുകൂടി 1000 കോട്ടേജുകൾക്ക് വായ്പ ലഭ്യമാക്കും. 25 കോട്ടേജുകളെങ്കിലും ഒരു സ്ഥലത്ത് നിർമ്മിച്ച് ഇവയ്ക്ക് പൊതുവായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. കോട്ടേജുകളുടെ ഇത്തരം ക്ലസ്റ്ററുകൾ തൊഴിൽദായകവും വരുമാനദായകവുമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. രണ്ടാമത്തത് ഫാം ടൂറിസം. ഫാം ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് കൃഷിയും മൃഗസംരക്ഷണവും ക്ഷീരവികസനവും ഒരുപോലെ പ്രയോജനപ്പെടുക. നിലവിൽ ഫാം ടൂറിസത്തിന് ആവശ്യമായ 50 ഏക്കർ സ്വന്തമായുള്ളവർ കുറവാണ്. അതുകൊണ്ട് 10 പേരുടെ ഒരു ഗ്രൂപ്പിന് ഫാം ടൂറിസത്തിനുള്ള സൗകര്യം നൽകും. ഇത്തരത്തിൽ 100 കേന്ദ്രങ്ങൾ ജില്ലയിൽ സ്ഥാപിക്കും. ഈ കൂട്ടത്തിൽ തന്നെ മൂന്നാമതായി കാണുന്നത് കല, കരകൗശലം, സംസ്കാരം തുടങ്ങിയ ഉപജീവന പ്രവർത്തനങ്ങൾക്ക് 5000 ആളുകൾക്ക് പരിശീലനം നൽകും. സ്വയം തൊഴിൽ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ അവർക്ക് സഹായം നൽകും. അതോടൊപ്പം തന്നെ ക്രാഫ്റ്റ് വില്ലേജിനും രൂപം നൽകും. ഇതിൽ അടുത്തതായി കാണുന്നത് വിവിധങ്ങളായ 500 തദ്ദേശീയ ഭക്ഷണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിൻ്റെ പരിശീലനവും കടകൾ സ്ഥാപിക്കുന്നതിനുള്ള സഹായവും നൽകും. അതോടൊപ്പം എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി യോജിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണ സംരംഭങ്ങൾ ആരംഭിക്കും. കാരണം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഏറ്റവും പ്രധാനം ശുചിയായിരിക്കുക എന്നുള്ളതാണ്. അവിടെ മാലിന്യമുണ്ടായാൽ അതിനെക്കുറിച്ച് ഈ വരുന്നവരിൽ മാത്രമല്ല അവമതിപ്പ്, അവരിലൂടെ കേട്ടറിഞ്ഞ ആളുകൾ വരാതിരിക്കുന്ന അവസ്ഥയും വരാത്തവരിലടക്കം ഈ പ്രദേശത്തെക്കുറിച്ച് അവമതിപ്പും ഉണ്ടാവും, ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെക്കുറിച്ച്. അപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ശുചീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല തോതിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം
10 പുതിയ മൈക്രോ ഡെസ്റ്റിനേഷനുകൾ ആരംഭിക്കും. ആയുർവേദ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഇവിടെ ഏറ്റവും പ്രധാനമാണ് മൂന്നാർ. ഇപ്പോൾ മൂന്നാർ പട്ടണത്തിന് പ്രാന്തപ്രദേശത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. 100 കോടി രൂപ ചെലവിൽ KTDC, KSRTC ബജറ്റ് ഹോട്ടൽ സ്ഥാപിക്കും. മൂന്നാറിലെ ടൂറിസം വകുപ്പിൻ്റെ ബൊട്ടാണിക്കൽ ഗാർഡന്റെ 2ാം ഘട്ട പദ്ധതി പൂർത്തിയാക്കും. അതോടൊപ്പം തന്നെ മൂന്നാർ ട്രെയിൻ പദ്ധതി പുനരാവിഷ്കരിക്കും. മൂന്നാർ ചരിത്രം അത് സംബന്ധിച്ച് മ്യൂസിയം സ്ഥാപിക്കും. ഇവയ്ക്കെല്ലാം 50 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ഡാമാണ് ഇടുക്കി ആർച്ച് ഡാം. കേരളത്തിലെ ഏറ്റവും വലുത്. ഇടുക്കി ആർച്ച് ഡാമിനോടനുബന്ധിച്ച് ടൂറിസത്തിൻ്റെ 98 ഏക്കർ സ്ഥലത്ത് അഡ്വഞ്ചർ പാർക്ക്, 3D തിയേറ്റർ, ഉദ്യാനം എന്നിവ ഉൾപ്പെടെയുള്ള സമഗ്രമായ പദ്ധതികൾക്കായി 100 കോടി രൂപ ചെലവഴിക്കും. സ്വകാര്യ സംരംഭകർക്കും ഈ പാർക്കിൽ സ്ഥാനമുണ്ടാകും. ഇടുക്കി ഡാമിൻ്റെ നിർമ്മാണം, ചരിത്രം ഇവയെല്ലാം വിനോദസഞ്ചാരികളെ പരിചയപ്പെടുത്തുന്ന ഇടുക്കി ഡാം എക്സ്പീരിയൻഷ്യൽ സെന്റർ സ്ഥാപിക്കും. ഇടുക്കി ജില്ലയിൽ നിരവധിയായ ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. പക്ഷേ അമ്യൂസ്മെന്റ് പാർക്കുകൾ ഇല്ല എന്ന് തന്നെ പറയാം. വാഗമൺ, ഇടുക്കി, മലങ്കര എന്നിവിടങ്ങളിൽ അതിന് മിതമായ സാധ്യതകളുണ്ട്. അമ്യൂസ്മെന്റ് പാർക്കിനോടൊപ്പം ബോട്ടിംഗ് സൗകര്യം, റോപ്പ് വേ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ടായാൽ ഈ കേന്ദ്രങ്ങൾ കൂടുതൽ ആകർഷകമാകും. ഇവയും സംരംഭകത്വ മാതൃകയിലായിരിക്കും നടപ്പാക്കുക. പരുന്തുംപാറയിൽ ഗ്ലാസ് ബ്രിഡ്ജ്, മലങ്കര ഡാമിനോട് ചേർന്ന് മ്യൂസിക്കൽ ഫൗണ്ടൻ, അയ്യങ്കോവിൽ തൂക്കുപാലം നവീകരണം, രാമക്കൽമേട്ടിൽ ബജറ്റ് അക്കോമഡേഷൻ ഹോട്ടൽ, സത്രം, ചെങ്കര കുരിശുമല, തൂവൽ, അഞ്ചുരുളി, കുട്ടിക്കാനം എന്നിവിടങ്ങളിലെ ടൂറിസം വികസനം ഏറ്റെടുക്കുന്നതാണ്. സാഹസിക ടൂറിസം കേന്ദ്രങ്ങളും ഇതോടൊപ്പം സ്ഥാപിക്കും. പ്രധാന കേന്ദ്രങ്ങളിൽ ടേക്ക് എ ബ്രേക്ക് സ്റ്റേഷനുകൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ സ്ഥാപിക്കും. അതിപ്പോൾ തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ ആസ്ഥാനത്ത് വർക്കിംഗ് വിമൻസ് ബജറ്റ് ഹോസ്റ്റൽ ആരംഭിക്കുന്നതിന് നടപടിയെടുക്കും. 50 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ടൂറിസം കേന്ദ്രങ്ങളിൽ പ്രത്യേക പാർക്കിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കും. പ്ലാസ്റ്റിക് നിരോധിക്കും. ഇടുക്കി ജില്ലയിലെ വിവിധ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കൂട്ടിയിണക്കി ടൂറിസം ചെയിൻ സർവീസും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കും. ഇതോടൊപ്പം ജില്ലയിലെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 1000 കോടി രൂപയുടെ റോഡ്, പാലം നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുക്കും. പൊതുമരാമത്ത് വകുപ്പ് 245 കോടി രൂപയുടെ റോഡുകളും പാലങ്ങളുമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു 250 കോടി രൂപയുടെ പ്രവൃത്തികൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏറ്റെടുക്കും. പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുള്ള റോഡ് നിർമ്മാണത്തിന് പ്രാധാന്യം നൽകും. കാഞ്ചിയാർ, പുള്ളിക്കാനം, വാഗമൺ, കുട്ടിക്കാനം റോഡ്,
ഈരാറ്റുപേട്ട വാഗമൺ റോഡ്, മുറിഞ്ഞപുഴ പാഞ്ചാലിമേട് റോഡ്, ഈ റോഡുകൾ വീതി കൂട്ടി BMTC നിലവാരത്തിൽ എത്തിക്കും. ഇടുക്കി ഉടുമ്പൻചോല ദേവികുളം നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന കാൽവരി മൗണ്ട് മൂന്നാർ റോഡ് പുനർനിർമ്മിക്കുന്നതാണ്. ഇടുക്കിയിലെ പ്രസരണ വിതരണ മേഖലകൾ ദുർബലമാണ്. പ്രധാനമായും ഇത് നടക്കുന്നത് 66 kV ലൈനുകളും സബ്സ്റ്റേഷനുകളും മുഖാന്തരമാണ്. ജില്ലയിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി മൂലമറ്റത്തുള്ള ഗ്രിഡ് സ്റ്റേഷൻ ഒഴികെ നിലവിൽ 220 സബ്സ്റ്റേഷനുകൾ, ജില്ലയിൽ ചിത്തിരപുരം, നെടുങ്കണ്ടം എന്നീ 2 പുതിയ KV സബ്സ്റ്റേഷനുകൾ ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം ജില്ലയിലെ 66 kV പ്രസരണ ശൃംഖല 110 kVയിലേക്ക് ഉയർത്തും. കൂത്താട്ടുകുളം, തൊടുപുഴ, മുണ്ടക്കയം, പീരുമേട് 110 kV ലിങ്കുകൾ സ്ഥാപിച്ച് ജില്ലയുടെ പ്രസരണശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. മുരിക്കാശ്ശേരിയിലും കുമളിയിലും പുതിയ 110 kV സബ്സ്റ്റേഷനുകളും ലക്ഷ്യമിടുകയാണ്. പള്ളിവാസൽ നിന്ന് 33 kV ലൈൻ നിർമ്മിച്ച് മൂന്നാർ, മറയൂർ എന്നിവിടങ്ങളിൽ 33 kV സബ്സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഈ പ്രസരണ പദ്ധതികൾക്കാകെ 400 കോടിയോളം രൂപയുടെ മുതൽ മുടക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഇടുക്കി ഡാം അടക്കമുള്ള റിസർവോയറുകളുമായി ബന്ധപ്പെട്ട് സോളാർ പാനലുകൾ മുഖാന്തരം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. രാമക്കൽമേടടക്കമുള്ള പ്രദേശങ്ങളിലെ കാറ്റാടി സാധ്യതകളും പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. ഇത്തരത്തിൽ അക്ഷയ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് 200 മെഗാവാട്ടോളം വൈദ്യുതിയാണ് കൂടുതലായി പ്രതീക്ഷിക്കുന്നത്. 1000 കോടിയോളം രൂപയുടെ മുതൽ മുടക്കാണ് ഈ പദ്ധതികൾക്ക് പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി കൊണ്ടുപോകുന്നതിന് ഗ്രീൻ കോറിഡോർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 200 കോടി രൂപയുടെ പ്രസരണ ശൃംഖലയും ഉദ്ദേശിക്കുന്നു. വൈദ്യുതി ഉൽപാദന മേഖലയിൽ 780 മെഗാവാട്ട് ശേഷിയുള്ള ഇടുക്കി 2ാം ഘട്ടം 2 വർഷത്തിനുള്ളിൽ ആരംഭിക്കും. 3000 കോടി രൂപയാണ് ഇതിന് ചെലവ് വരിക. ഉൽപാദന പ്രസരണ മേഖലകളിലെ വിപുലീകരണ പ്രവർത്തനങ്ങൾക്കനുബന്ധമായി ജില്ലയിലെ വൈദ്യുതി വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളും ഇതോടൊപ്പമുണ്ട്. ദ്വിതി പദ്ധതിയിൽ വൈദ്യുതി വിതരണ മേഖലയിൽ 160 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഈ ജില്ലയിൽ നടന്നു വരുന്നത്. ഡാമുകളിലെ മണ്ണ് മാറ്റി സംഭരണശേഷി വർദ്ധിപ്പിക്കും. ഇടുക്കിയുടെ ഭാവി വികസനത്തിൽ വനങ്ങളുടെ പങ്ക് സുപ്രധാനമാണ്. പരിസ്ഥിതിയുടെ സന്തുലനം മെച്ചപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ വരുമാനം ഉയർത്തുന്നതിനാണ് ഇത്തരമൊരു പാക്കേജിലൂടെ ഉദ്ദേശിക്കുന്നത്. വനസംരക്ഷണം ഉറപ്പാക്കുമ്പോൾ ജനങ്ങളുടെ നിലവിലുള്ള ഉപജീവന മാർഗങ്ങൾ തടസ്സപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തും. ഇത്തരമൊരു പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ബഫർ സോൺ തന്നെ നടപ്പാക്കുകയുള്ളൂ. വനഭൂമിയിലെ യൂക്കാലിപ്സ്, അക്കേഷ്യ, പൈൻ, ഗ്രാൻഡിസ് ഇത്തരത്തിലുള്ള പുറം മരങ്ങൾ പിഴുതുമാറ്റി എന്നിട്ട് അവിടെ കാട്ടുമരങ്ങൾ വെച്ചുപിടിപ്പിക്കും. ഇതുപോലെ പ്രകൃതിയാ സസ്യജാലങ്ങൾക്ക് ഭീഷണിയായി പെരുകുന്ന പുറം കളകൾ ഇല്ലാതാക്കും.
ഉൾക്കാട്ടിൽ കുറച്ചു പേര് താമസിക്കുന്നുണ്ട്. അവർ സന്നദ്ധരാണെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കും. വന്യജീവി ആക്രമണങ്ങൾ കൃഷിക്കും ജനങ്ങളുടെ ജീവനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഈ സംഘർഷം ലഘൂകരിക്കുന്നതിന് ഉള്ള നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്വീകരിക്കും. കിഫ്ബിയിൽ നിന്നുള്ള 100 കോടി രൂപ ഉപയോഗപ്പെടുത്തി ഇലക്ട്രിക് ഫെൻസിംഗ്, മതില്, കിടങ്ങ് മുതലായ നടപടികൾ സ്വീകരിക്കും. ഇതോടൊപ്പം മറ്റൊരു പരിപാടി ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വിജയകരമായി പരീക്ഷിച്ചു വന്നതാണ്. അതായത് തേനീച്ച കൂടുകളുടെ ശൃംഖല. അത് നമുക്കും പരീക്ഷിക്കാവുന്നതാണ്. ഇത് കാട്ടാനകളുടെ ശല്യം കുറക്കുന്നതിന് വലിയ തോതിൽ ഉപകരിക്കും. മാത്രമല്ല കൃഷിക്കാരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വനസംരക്ഷണത്തിന് പ്രതിവർഷം 50 കോടി രൂപ വീതം ചെലവഴിക്കും. ജനവാസ കേന്ദ്രങ്ങളിലെ തുരുത്തുകളിൽ ഒറ്റപ്പെട്ടുപോയ കാട്ടാനകളെ സുരക്ഷിത വനങ്ങളിലേക്ക് മാറ്റും. ഇതുപോലെ ഉൾക്കാടുകളിൽ താമസിക്കുന്ന കൃഷിക്കാരെ അവർക്ക് സമ്മതമാണെങ്കിൽ പുനരധിവസിപ്പിക്കുന്നതിന് സ്കീമുകൾ ഉണ്ടാക്കും. കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്ത് ആകെ തന്നെ വലിയ മാറ്റം വരുവാൻ പോവുകയാണ്. എല്ലാ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം എത്തിക്കുക എന്ന പദ്ധതിയാണ് പ്രാവർത്തികമാകാൻ പോകുന്നത്. ഇപ്പോൾ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം 2024 ഇടുക്കി ജില്ലയിൽ പുതുതായി 1,69,000 കുടിവെള്ള കണക്ഷനുകൾ നൽകും. ഭൂപ്രകൃതിയുടെയും സ്രോതസ്സിലേക്കുള്ള അകലത്തിന്റെയും അടിസ്ഥാനത്തിൽ 2 മുതൽ 4 വരെ പഞ്ചായത്തുകൾ അടങ്ങുന്ന ഓരോ ക്ലസ്റ്ററുകളായാണ് ഇടുക്കി പാക്കേജ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പെരിയാർ, കല്ലാർ, തൊടുപുഴയാർ എന്നീ നദികളും ഇടുക്കി, പൊന്മുടി, മുല്ലപ്പെരിയാർ തുടങ്ങിയ അണക്കെട്ടുകളും സ്രോതസ്സാക്കിയുള്ള 25 സ്കീമുകളാണ് നടപ്പാക്കുന്നത്. ഇതിലെ 19 എണ്ണം പുതിയ പദ്ധതികളാണ്. 6 എണ്ണം നിലവിലുള്ള പദ്ധതിയുടെ പുനരുദ്ധാരണമാണ്. 1089 കോടി രൂപ ചെലവ് വരുന്ന മേൽപ്പറഞ്ഞ പദ്ധതികളിലൂടെ 116 MLD ശുദ്ധജലം കൂടി ജില്ലയിലെ 2,83,000 കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യാൻ കഴിയും. അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ രംഗം പൊതുവെ കേരളത്തിലാകെ വലിയ കുതിപ്പിലാണ്. അത് ഇടുക്കിയും വ്യത്യസ്തമല്ല. ഇടുക്കിയിലും നല്ല രീതിയിൽ പൊതുവിദ്യാഭ്യാസ മേഖല കുതിപ്പിൽ തന്നെയാണ്. ഇവിടെ 177 കോടി രൂപ ചെലവിട്ട് 81 സ്കൂളുകളാണ് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നത്. 8 എണ്ണം പൂർത്തിയായി. ബാക്കി മുഴുവൻ സ്കൂളുകളുടെയും നിർമ്മാണം ഈ വർഷം തീരും. 2021-22 തീരും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് 3 സർക്കാർ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് 31 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ കോളേജുകളിൽ കൂടുതൽ കോഴ്സുകൾ അനുവദിക്കുന്നതാണ്. പുതുതായി ഒരു ട്രൈബൽ കോളേജ് സ്ഥാപിക്കുന്നതാണ്. എയ്ഡഡ് മാനേജ്മെന്റുകൾ തങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന നിക്ഷേപത്തിന്റെ പകുതി സർക്കാർ ചാലഞ്ച് ഫണ്ടായി നൽകും. അത് ഇപ്പം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ അത് ഏറ്റെടുക്കാവുന്ന പദ്ധതിയാണ്. അതോടൊപ്പം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ വികാസം എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്.
ഇവിടെ ഇടുക്കിയിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കും. 600 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ആവശ്യമായ തസ്തികകളും അനുവദിക്കും. ഏറ്റവും ആധുനികമായ ഓങ്കോളജി വിഭാഗം ഉറപ്പുവരുത്തും. ജില്ലയിലെ ക്യാൻസർ അടക്കമുള്ള ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനുള്ള നടപടികൾ സ്വീകരിക്കും. പൈനാവിലെയും തൊടുപുഴയിലെയും ജില്ലാ ആശുപത്രികൾ, നെടുങ്കണ്ടം, പീരുമേട്, അടിമാലി താലൂക്ക് ആശുപത്രികൾ ഇവയെല്ലാം നവീകരിക്കുന്നതിന് കിഫ്ബിയുടെ സഹായ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നെടുങ്കണ്ടം ആശുപത്രിയിൽ 70 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികളാണ് നടന്നു വരുന്നത്. മൊത്തം 1000 കോടി രൂപയാണ് ആരോഗ്യ മേഖലയിൽ നിക്ഷേപിക്കുന്നത്. ലൈഫ് മിഷന്റെ ഭാഗമായി പട്ടികജാതി വിഭാഗത്തിന് 4300, പട്ടികവർഗ വിഭാഗത്തിന് 7200, ജനറൽ വിഭാഗത്തിന് 20000 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതാണ്. ഇതിന് 1043 കോടി രൂപ മൊത്തം മുതൽ മുടക്കും. പട്ടിക വിഭാഗങ്ങളുടെ പിന്നോക്കാവസ്ഥ സമ്പൂർണ്ണമായി ദൂരീകരിക്കാനുള്ള ഇടപെടലുകൾ കർശനമാക്കും. തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും സർക്കാരിൻ്റെയും പട്ടികവർഗ ഉപപദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച് സമഗ്രമായ അവലോകനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ നടത്തും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും 16ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുക. ലൈഫ് വീടുകൾക്ക് പുറമെ 2 ലക്ഷം രൂപ ചെലവഴിച്ച് പ്രതിവർഷം 500 വീതം പഠനമുറികൾ പട്ടികജാതി കുടുംബങ്ങൾക്ക് നിർമ്മിച്ചു നൽകും. ഇപ്പൊ തന്നെ ഉള്ളൊരു പദ്ധതിയാണ്. അത് കൂടുതൽ വിപുലീകരിക്കുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്. ഭവന നിർമ്മാണ സഹായം ലഭിച്ചിട്ടോ സ്വന്തം നിലയിൽ ആരംഭിച്ചിട്ടോ പൂർത്തീകരിക്കപ്പെടാത്ത പട്ടികജാതി വിഭാഗങ്ങളിലെ വീടുകൾക്ക് 1.5 ലക്ഷം രൂപ വീതം പണി പൂർത്തിയാക്കുന്നതിന് നൽകും. 560 വീട് വീതം പ്രതിവർഷം പൂർത്തിയാക്കുന്നതിനാണ് പരിപാടി. ഭൂരഹിതർക്ക് കിടപ്പാടം വാങ്ങുന്നതിന് 3,75,000 രൂപ വീതം നൽകുന്ന പദ്ധതിയിൽ പ്രതിവർഷം 810 കുടുംബങ്ങൾക്ക് സഹായം നൽകുന്നതാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന മൈക്രോ പ്ലാൻ പദ്ധതി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ഇടുക്കിയിലുള്ള പട്ടിക വിഭാഗങ്ങളായിരിക്കും. കുടുംബ പ്ലാനുകൾ തയ്യാറാക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പൽ തലത്തിൽ രൂപീകരിക്കുന്ന റിസോഴ്സ് ടീമുകൾക്ക് രൂപം നൽകും. ഓരോ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നിലവിലുള്ള സ്കീമുകളെ പരമാവധി പ്ലാനുകളിൽ സംയോജിപ്പിക്കും. ഉദാഹരണത്തിന്, പരമദരിദ്രരുടെ മുഖ്യ പ്രശ്നം പാർപ്പിടമാണ്. ഭൂമി ഉണ്ടാകണമെന്നില്ല. നിശ്ചയമായും അവര് ലൈഫ് മിഷന്റെ ലിസ്റ്റിൽ വന്നിരിക്കും. ഇല്ലെങ്കിൽ ബദൽ മാർഗം കണ്ടെത്തും. ഇതുപോലെ വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിലാളി കാര്യങ്ങളിലെല്ലാം നിലവിലുള്ള സ്കീമുകളെ ഉപയോഗപ്പെടുത്തിയാണ് പ്ലാൻ ഉണ്ടാക്കുക. പ്രത്യേകമായി നിർദ്ദേശങ്ങൾക്കും രൂപം നൽകാം. ജോലി ചെയ്യുന്നതിനും വരുമാനം ആർജിക്കുന്നതിനും നിവൃത്തിയില്ലാത്ത കുടുംബങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാകാം. അത്തരം കുടുംബങ്ങൾക്ക് ഇൻകം ട്രാൻസ്ഫറായി മാസം തോറും സഹായം നൽകുന്നതിനും അനുവാദമുണ്ടാകും. അധിക ചെലവിന്റെ പകുതി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വഹിക്കണം. ബാക്കി കുടുംബശ്രീ വഴി സർക്കാർ നൽകും. ഇതിനു പുറമെ ഊരുകളിലെ, കോളനികളിലെ മിനിമം പൊതുസൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് അംബേദ്കർ ഏറിയ പ്ലാനുകൾ തയ്യാറാക്കുന്നതാണ്. ഇതിനുവേണ്ടി 3 തട്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സ്കീമുകളെ സംയോജിപ്പിക്കും. 100 കോടി രൂപ ഇതിനായി ചെലവഴിക്കും. 100 ഗോത്രബന്ധു അധ്യാപകർ, 100 പഠന വീടുകൾ,
ആദിവാസി മേഖലയിൽ പുതുതായി അനുവദിക്കും. ഗോത്രബന്ധു നമ്മുടെ ഗോത്രഭാഷ അറിയാവുന്ന കുട്ടികൾ സ്കൂളിൽ ചെന്നാൽ ആദ്യമായിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ അവർക്ക് മലയാളം അപരിചിതമാണ്. അവരെ സഹായിക്കാനാണ് ഈ ഗോത്രബന്ധു അധ്യാപകർ. അങ്ങനെയുള്ള 100 പേര് 100 പഠന വീടുകൾ ആദിവാസി മേഖലയിൽ പുതുതായി അനുവദിക്കും. ഹോസ്റ്റലുകളും മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും നവീകരിക്കും. എല്ലാ ആദിവാസി യൂണികളിലും അവരുടെ സ്വാശ്രയ സംഘങ്ങൾക്ക് റേഷൻ കടകൾ അനുവദിക്കും. അർഹതപ്പെട്ട റേഷൻ വിഹിതം ഉറപ്പാക്കും. ലയങ്ങളിൽ താമസിക്കുന്ന പട്ടിക വിഭാഗങ്ങളടക്കമുള്ള പ്ലാന്റേഷൻ തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ എസ്റ്റേറ്റ് ഉടമകളുമായി ചർച്ച ചെയ്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഇവരുടെ പാർപ്പിടവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്തും. 500 കോടി രൂപ ഈ മേഖലയിൽ ചെലവഴിക്കുന്നതാണ്. നീർത്തട വികസന ആസൂത്രണം, കാർബൺ ന്യൂട്രൽ ഇടുക്കി പദ്ധതി, ചെറുകിട സംരംഭകത്വ വികസനം, ഉത്തരവാദിത്ത ടൂറിസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പല സ്കീമുകളുടെയും പ്രാദേശിക ഏകോപനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് നിർണായക പങ്കുള്ളത്. ജനസാന്ദ്രത താരതമ്യേന കുറഞ്ഞ ഇടുക്കിയിൽ എല്ലാ വീടുകൾക്കും ലാപ്ടോപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള വിദ്യാശ്രീ പദ്ധതി വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്താൻ വലിയ സഹായകമായി മാറും. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാശ്രീ പദ്ധതിക്ക് സബ്സിഡി തുക വകയിരുത്തണം. ഉപജീവന സംരംഭങ്ങളുടെ വായ്പക്കുള്ള പലിശ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് വഹിക്കാനാവും. വിവിധ തട്ട് പഞ്ചായത്തുകളുടെ കൂടുതൽ ഏകോപിതമായ പ്രവർത്തനം ജില്ലയിലുണ്ടാകും. കുടുംബശ്രീ വഴി കൂടുതൽ ഉപജീവന വായ്പകൾ ലഭ്യമാക്കും. ഉപജീവന തൊഴിലുകൾ സൃഷ്ടിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി ഇന്ന് കുടുംബശ്രീയാണ്. എല്ലാ പഞ്ചായത്തുകളിലും കയർ ആൻഡ് ക്രാഫ്റ്റ് സ്റ്റോറുകൾ, ഒന്നിലേറെ ജനകീയ ഹോട്ടലുകൾ, മൾട്ടി ടാസ്ക് സേവന ടീമുകൾ, നിർമ്മാണ ഗ്രൂപ്പുകൾ, സംരംഭകത്വ പരിശീലന കേന്ദ്രങ്ങൾ ഇവയ്ക്കെല്ലാം രൂപം നൽകും. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ക്രൈം മാപ്പിംഗിന്റെ അടിസ്ഥാനത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും രൂപം നൽകും. ഇടുക്കിയിലെ കൃഷിക്കാരുടെ ദീർഘകാല ആവശ്യമായിരുന്നു ഉപാധിരഹിത പട്ടയം. ഇത് അംഗീകരിച്ചുകൊണ്ട് 1964 ഭൂമി പതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. കൈവശത്തിലുള്ള ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിനുണ്ടായിരുന്ന വരുമാന പരിധി നേരത്തെ ഉള്ളതിൽ മാറ്റം വരുത്തി. അത് ഒഴിവാക്കുന്നത് തന്നെ എടുത്തു. കൈവശമില്ലാത്ത ഭൂമി പതിച്ചു കിട്ടുന്നതിൽ കൈമാറ്റത്തിനുള്ള കാലാവധി 25 വർഷത്തിൽ നിന്നും 12 വർഷമാക്കി കുറവ് ചെയ്തു. കൈവശ ഭൂമി പതിച്ചു കിട്ടുകയാണെങ്കിൽ ഈ ഭൂമി എപ്പോൾ വേണമെങ്കിലും കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഈ ഭൂമി സർക്കാരിലും ധനകാര്യ സ്ഥാപനങ്ങളിലും റബ്ബർ ടീ ബോർഡുകളിലും വീട് വെച്ച് വായ്പയെടുക്കുന്നതിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പട്ടയഭൂമിയിൽ കൃഷിക്കാർ വെച്ചുപിടിപ്പിക്കുന്ന ചന്ദനം ഒഴികെയുള്ള മരങ്ങളുടെ അവകാശം കൃഷിക്കാർക്ക് നൽകിയിട്ടുണ്ട്. പട്ടയം ലഭിച്ച ഭൂമികൾ വനം വകുപ്പിന്റെ നോട്ടിഫിക്കേഷനിൽ നിന്നും ഒഴിവാക്കിയിട്ടുമുണ്ട്. കൃഷിക്കാർ വെച്ചുപിടിപ്പിച്ച മരവുമായി ബന്ധപ്പെട്ട് അത് മുറിച്ചെടുക്കുന്നതിന് നേരത്തെ അനുമതി നൽകിയതിൽ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തന്നെയാണ് സർക്കാർ നീങ്ങുന്നത്. ഇടുക്കി പദ്ധതി പ്രദേശത്ത് കാലങ്ങളായി താമസിക്കുന്ന എല്ലാവർക്കും പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിച്ചു.
പെരിഞ്ചാംകുട്ടിയിലെ ആദിവാസികളുടെ ദീർഘകാല ഭൂപ്രശ്നത്തിന് പരിഹാരം കണ്ടു. വാഗമണിലെ അതുപോലെ തന്നെ മറ്റു പല പ്രദേശങ്ങളിലും സർവേ നമ്പറിലുണ്ടായ തെറ്റുകൾ തിരുത്തി. ഇതുപോലെ ഒട്ടേറെ പ്രാദേശിക പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ മൂന്നാറിന് പ്രത്യേക പരിഗണന നൽകി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ക്രിയാത്മക ഇടപെടലാണ് നടത്തിയത്. അനധികൃത നിർമ്മാണങ്ങൾക്ക് കടിഞ്ഞാണിട്ടു. നീലക്കുറിഞ്ഞി മലകളുടെ സംരക്ഷണത്തിനായി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മൂന്നാർ പ്രദേശത്ത് സ്വന്തം താമസത്തിനായുള്ള ഗൃഹനിർമ്മാണത്തിന് NOC നൽകുന്നതിന് തഹസിൽദാർമാരെ ചുമതലപ്പെടുത്തി. 1977 മുൻപ് വനഭൂമി കൈവശം വന്നവർക്ക് അത് പതിച്ചു കൊടുക്കുന്നതിന് വേണ്ടി റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തി. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചിട്ടുള്ള ഭൂമിക്ക് സംയുക്ത പരിശോധനാ റിപ്പോർട്ട് ലഭ്യമല്ലെങ്കിൽ പോലും പട്ടയം നൽകാൻ ഉത്തരവിറക്കി. ഇതിനെല്ലാം അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഇടുക്കി ജില്ലയിലെ 37,815 പട്ടയങ്ങൾ വിതരണം ചെയ്തു. മറ്റൊരു 15,000 പട്ടയങ്ങൾ കൂടി വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. പട്ടയം ലഭിക്കാത്ത കൈവശ ഭൂമിയുള്ള കൃഷിക്കാർക്ക് വായ്പയടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സഹകരണ മേഖല വഴി നടപടികൾ സ്വീകരിക്കും. അർഹരായവർക്ക് പട്ടയം ലഭിക്കുക എന്നത് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇന്ന് കാലത്തും ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഈ യോഗം ചേരുന്ന സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ തന്നെ പട്ടയത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയുണ്ടായി. അതായത് ഈ കടകൾക്ക് പട്ടയം ലഭിക്കുന്ന പ്രശ്നം. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ചിലതൊക്കെ വീടിനോടനുബന്ധിച്ചുള്ള കടകളാണ്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പൊതുവായ നിലപാട് അത്തരം കാര്യങ്ങൾക്കെല്ലാം പട്ടയം നൽകുക എന്നുള്ളത് തന്നെയാണ്. അതിനാവശ്യമായ നടപടികൾ ചർച്ച ചെയ്തുകൊണ്ട് സ്വീകരിക്കും. സാധാരണഗതിയിൽ വിവിധ വകുപ്പുകളിലെ വികസന സ്കീമുകൾക്കായി ഇടുക്കി ജില്ലയിൽ ചെലവഴിക്കുന്നത് പ്രതിവർഷം 250-300 കോടി രൂപയാണ്. ഈ പാക്കേജിലൂടെ ഇത് 1000 കോടി രൂപയായി ഉയരും. ബാക്കി പാക്കേജിലെ തുകകൾ പാർപ്പിടം, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം പോലുള്ള മേഖലകളിലുള്ള നിക്ഷേപവും പശ്ചാത്തല സൗകര്യ സൃഷ്ടിക്കുമാണ്. പാക്കേജിലെ ഏറ്റവും മുന്തിയ പരിഗണന കാർഷിക മേഖലക്കാണ്. 2 കാർഷിക സംസ്കരണ പാർക്കുകൾക്കുള്ള 1000 കോടി രൂപയടക്കം കാർഷിക മേഖലയുടെ അടങ്കൽ 3260 കോടി രൂപയാണ്. കാർഷിക മേഖല കഴിഞ്ഞാൽ പിന്നെ ഇടുക്കിയുടെ മുഖ്യ വളർച്ചാ സ്രോതസ്സായ ടൂറിസത്തിന് 750 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. വൈദ്യുതി ബോർഡിൻ്റെ 1760 കോടി രൂപയിൽ പകുതിയോളം ഇടുക്കി ജില്ലക്കുള്ളിലെ പ്രസരണ വിതരണശേഷി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതിനു പുറമെ ഇടുക്കി 2ാം ഘട്ടത്തിനുള്ള 3000 കോടി രൂപയുടെ മുതൽ മുടക്കുണ്ട്. അത് പാക്കേജിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ആശുപത്രികൾക്ക് 1000 കോടി രൂപ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 200 കോടി രൂപ, കുടിവെള്ളത്തിന് 1200 കോടി രൂപ. ഇതാണ് മറ്റ് പ്രധാന ഇനങ്ങൾ. റോഡ് പാലങ്ങൾക്ക് കിഫ്ബി പ്രോജക്റ്റുകളടക്കം 1500 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമത്തിനും തോട്ടം ലയങ്ങളുടെ വികസനത്തിനും 1000 കോടി രൂപ ചെലവാക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെ 5 വർഷം കൊണ്ട് ഇടുക്കി ജില്ലയിൽ 12000 കോടി രൂപയാണ് ചെലവഴിക്കുക. ഇത് കാണേണ്ടത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ അടങ്കൽ ഇതിന് പുറമെയുള്ളതാണ്. ഇത്രയും വലിയ തുക ഏകോപിതമായും കാര്യക്ഷമമായും ചെലവഴിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഇടുക്കി ജില്ലയുടെ മുഖച്ഛായ തന്നെ മാറും. ഈ പാക്കേജിൻ്റെ നടത്തിപ്പിനായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. മാസം തോറും ആ പ്രവർത്തനം അവലോകനം ചെയ്യുകയും ചെയ്യും. ഇടുക്കി ജില്ല ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിന്
പര്യാപ്തമാണ് ഈ പാക്കേജ്. കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകും. ദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു മാറ്റണം. അതിവിടെ മാത്രമല്ല, എല്ലാവരും ആ തരത്തിലാണ് പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. തൊഴിലില്ലായ്മ കുറക്കണം. പരിസ്ഥിതി സന്തുലനാവസ്ഥ പുനഃസ്ഥാപിക്കാൻ നമുക്ക് കഴിയും. ഈ ലക്ഷ്യങ്ങളാണ് പാക്കേജിന്റെ ഭാഗമായി നമുക്കിവിടെ നേടിയെടുക്കാനുള്ളത്. ഇടുക്കി പാക്കേജ് പ്രഖ്യാപനത്തിലൊന്നും തന്നെ നടപ്പാക്കാനുള്ളതാണ്. അത് വിജയകരമായി നടപ്പിലാക്കുന്നതിന് സർക്കാരും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ജനങ്ങളാകെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമുക്കൊരു പുതിയ ഇടുക്കി സൃഷ്ടിച്ചെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ പാക്കേജ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം.